ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിൻ്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ 1 സാമുവൽ 2-ാം അധ്യായത്തിൽ നിന്നുള്ള വീഡിയോയാണ്. അതൊരു വലിയ അധ്യായമായതുകൊണ്ട് തന്നെ 2 ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. 1 മുതൽ 17 വരെ വാക്യങ്ങളാണ് 99 ചോദ്യങ്ങളടങ്ങുന്ന ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിന് സമാന്തരമായി മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. 140 മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത് വരുന്ന 11 മാസങ്ങളിലായി. 500 രൂപയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ്. 6 മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞു. 26-ാം തീയതി ഈ വരുന്ന ഞായറാഴ്ചയാണ് 1 സാമുവൽ 2-ാം അധ്യായത്തിൻ്റെ മോക്ക് ടെസ്റ്റ് നടത്തുന്നത്. ഒന്നാമത്തെ ചോദ്യം, 1 സാമുവൽ 2-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 36 വാക്യങ്ങൾ. 2, 1 സാമുവൽ അധ്യായം 2-ലെ ആദ്യത്തെ തലക്കെട്ട് ഹന്നായുടെ കീർത്തനം. 3, ഹന്നായുടെ പ്രാർത്ഥന അല്ലെങ്കിൽ കീർത്തനം ആരംഭിക്കുന്നത് എങ്ങനെ? എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. 4, എൻ്റെ ഹൃദയം എന്തിൽ ആനന്ദിക്കുന്നു എന്നാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത്? കർത്താവിൽ. 5, എൻ്റെ ശിരസ് ആരിൽ ഉയർന്നിരിക്കുന്നു എന്നാണ് ഹന്ന പറയുന്നത്? കർത്താവിൽ. 6, എൻ്റെ ശിരസ് കർത്താവിൽ എന്തു ചെയ്യുന്നു എന്നാണ് ഹന്ന പറയുന്നത്? ഉയർന്നിരിക്കുന്നു. 7, എൻ്റെ അധരം ആരെ പരിഹസിക്കുന്നു എന്നാണ് ഹന്ന പറയുന്നത്? ശത്രുക്കളെ. 8, എൻ്റെ അധരം ശത്രുക്കളെ എന്തു ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പരിഹസിക്കുന്നു. 10, എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് ഹന്ന പറയുന്നത്? അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. 11, ആരുടെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു എന്നാണ് ഹന്ന പറയുന്നത്? കർത്താവിൻ്റെ. 12, കർത്താവിൻ്റെ രക്ഷയിൽ ഹന്ന എന്തു ചെയ്യുന്നു? ആനന്ദിക്കുന്നു. 13, ആരെപ്പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല എന്നാണ് ഹന്ന പറയുന്നത്? കർത്താവിനെ പോലെ. 14, കർത്താവിനെ പോലെ പരിശുദ്ധനായി ഡാഷ് 1 സാമുവൽ 2:2 പ്രകാരം പൂരിപ്പിക്കുക. മറ്റാരുമില്ല. 15, കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഹന്ന എന്താണ് പറയുന്നത്? കർത്താവല്ലാതെ മറ്റാരുമില്ല. 16, ആരെപ്പോലെ സുസ്ഥിരമായ ഒരാശ്രയമില്ല എന്നാണ് ഹന്ന പറയുന്നത്? നമ്മുടെ ദൈവത്തെ പോലെ. 17, നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ എന്തില്ല എന്നാണ് പറയുന്നത്? ഒരു ആശ്രയം. 18, മേലിൽ എങ്ങനെ സംസാരിക്കരുത് എന്നാണ് പറയുന്നത്? അഹന്തയോടെ. 19, അഹന്തയോടെ എന്തു ചെയ്യരുത് എന്നാണ് ഹന്ന പറയുന്നത്? സംസാരിക്കരുത്. 20, എവിടെ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്? നിന്റെ നാവിൽ നിന്ന്. 21, നിന്റെ നാവിൽ നിന്ന് എന്തു പുറപ്പെടാതിരിക്കട്ടെ? ഗർവ്. 22, നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം എന്താണ്? കർത്താവ് സർവജ്ഞനായ ദൈവമാണ്. 23, കർത്താവ് എങ്ങനെയുള്ള ദൈവമാണ്? സർവജ്ഞനായ ദൈവം. 24, പ്രവൃത്തികളെ വിലയിരുത്തുന്നത് ആരെന്നാണ് 1 സാമുവൽ 2:3 പറയുന്നത്? അവിടുന്ന്, അതായത് സർവജ്ഞനായ ദൈവം. 25, അവിടുന്ന് വിലയിരുത്തുന്നത് എന്താണ്? പ്രവൃത്തികൾ. 26, ആരുടെ വില്ലുകളാണ് തകരുന്നത്? വീരന്മാരുടെ. 27, വീരന്മാരുടെ വില്ലുകൾക്ക് എന്തു സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്? തകരുന്നു. 28, ആരാണ് ശക്തി പ്രാപിക്കുന്നത്? ബലഹീനർ. 29, ബലഹീനർ എന്തു പ്രാപിക്കുന്നു? ശക്തി. 30, ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നത് ആരാണ്? സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ. 31, സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ എന്തിനു വേണ്ടിയാണ് കൂലിപ്പണി ചെയ്യുന്നത്? ആഹാരത്തിനു വേണ്ടി. 32, ആരാണ് സംതൃപ്തി അടയുന്നത്? വിശപ്പ് അനുഭവിച്ചിരുന്നവർ. 33, വിശപ്പ് അനുഭവിച്ചിരുന്നവർ എന്തു ചെയ്യുന്നു? സംതൃപ്തി അടയുന്നു. 34, 7 പ്രസവിക്കുന്നത് ആരാണ്? വന്ധ്യ. 35, വന്ധ്യ എത്ര പ്രസവിക്കുന്നു എന്നാണ് 1 സാമുവൽ 2:5 പറയുന്നത്? 7. 36, നിരാലംബയാകുന്നത് ആരാണ്? സന്താന സമ്പത്തുള്ളവൾ. 37, സന്താന സമ്പത്തുള്ളവൾക്ക് എന്തു സംഭവിക്കുന്നു? നിരാലംബയാകുന്നു.
38 1 സാമുവൽ 2:6 ജീവനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. 39 ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് ആര്? കർത്താവ്. 40 പാതാളത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? കർത്താവ് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. 41 പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നത് ആര്? കർത്താവ്. 42 ദരിദ്രനും ധനികനും ആക്കുന്നത് ആരാണ്? കർത്താവ്. 43 താഴ്ത്തുന്നതും ഉയർത്തുന്നതും ആരാണ്? അവിടുന്നു തന്നെ, അതായത് കർത്താവ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവിടുന്നു തന്നെ എന്നാണ്, കർത്താവിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 44 ദരിദ്രനും ധനികനുമാക്കുന്നത് കർത്താവാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയുന്നത്? താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്നു തന്നെ. 45 അവിടുന്ന് ധൂളിയിൽ നിന്ന് ആരെ ഉയർത്തുന്നു? ദരിദ്രനെ. 46 ദരിദ്രനെ അവിടുന്ന് എവിടെ നിന്ന് ഉയർത്തുന്നു? ധൂളിയിൽ നിന്ന്. 47 കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നത് ആരെയാണ്? അഗതിയെ. 48 അഗതിയെ എവിടെ നിന്നാണ് സമുദ്ധരിക്കുന്നത്? കുപ്പയിൽ നിന്ന്. 49 അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. ആരെ? ദരിദ്രനെയും അഗതിയെയും. 50 ദരിദ്രനെയും അഗതിയെയും ആരോടൊപ്പം ഇരുത്തിയാണ് ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നത്? പ്രഭുക്കന്മാരോടൊപ്പം. 51 ദരിദ്രനെയും അഗതിയെയും പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി എന്തിന് അവകാശികളാക്കുന്നു? ഉന്നത സ്ഥാനങ്ങൾക്ക്. 52 ഭൂമിയുടെ അടിത്തൂണുകൾ ആരുടേതാണ്? കർത്താവിൻ്റേത്. 53 1 സാമുവൽ 2:8 കർത്താവിൻ്റേതാണ് എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ അടിത്തൂണുകൾ. 54 അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. എന്തിന്മേൽ? ഭൂമിയുടെ അടിത്തൂണുകളിന്മേൽ. 55 ഭൂമിയുടെ അടിത്തൂണുകളിന്മേൽ എന്തിനെയാണ് അവിടുന്ന് ഉറപ്പിച്ചിരിക്കുന്നത്? ലോകത്തെ. 56 ആരുടെ പാദങ്ങളെയാണ് അവിടുന്ന് കാക്കുന്നത്? തൻ്റെ വിശ്വസ്തരുടെ. 57 തൻ്റെ വിശ്വസ്തരുടെ എന്തിനെ അവിടുന്ന് കാക്കുന്നു? പാദങ്ങളെ. 58 ആരാണ് അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നത്? ദുഷ്ടന്മാർ. 59 ദുഷ്ടന്മാർക്ക് എന്തു സംഭവിക്കുന്നു? അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു. 60 എന്തിനാൽ ആരും പ്രബലനാകുന്നില്ല എന്നാണ് പറയുന്നത്? ശക്തിയാൽ. 61 ശക്തിയാൽ ആരും എന്തു ചെയ്യുന്നില്ല? പ്രബലനാകുന്നില്ല. 62 കർത്താവ് ചിഹ്ന ഭിന്നമാക്കുന്നത് ആരെ? പ്രതിയോഗികളെ. 63 കർത്താവ് പ്രതിയോഗികളെ എന്തു ചെയ്യുന്നു? ചിഹ്ന ഭിന്നമാക്കുന്നു. 64 അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു. ആർക്കെതിരെ? പ്രതിയോഗികൾക്കെതിരെ. 65 കർത്താവ് പ്രതിയോഗികളെ ചിഹ്ന ഭിന്നമാക്കിയ ശേഷം എന്തു ചെയ്യുന്നു? ആകാശത്തിൽ ഇടിമുഴക്കുന്നു. 66 ഭൂമിയെ മുഴുവൻ വിധിക്കുന്നതാര്? കർത്താവ്. 67 ഭൂമിയെ മുഴുവൻ കർത്താവ് എന്തു ചെയ്യും? വിധിക്കും. 68 ആർക്കാണ് അവിടുന്ന് ശക്തി കൊടുക്കുന്നത്? തൻ്റെ രാജാവിന്. 69 തൻ്റെ രാജാവിന് അവിടുന്ന് എന്താണ് കൊടുക്കുന്നത്? ശക്തി. 70 ആരുടെ ശിരസുയരുമാറാക്കും എന്നാണ് പറയുന്നത്? തൻ്റെ അഭിഷിക്തൻ്റെ. 71 തൻ്റെ അഭിഷിക്തൻ്റെ എന്താണ് അവിടുന്ന് ഉയരുമാറാക്കുന്നത്? ശിരസ്. 72 റാമായിലുള്ള തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിയതാര്? എൽക്കാന. 73 എൽക്കാന എവിടേക്കാണ് മടങ്ങിയത്? റാമായിലുള്ള തൻ്റെ ഭവനത്തിലേക്ക്. 74 എന്നാൽ സാമുവൽ എന്തു ചെയ്തു? അതായത് എൽക്കാന റാമായിലേക്ക് മടങ്ങിയപ്പോൾ സാമുവൽ എന്തു ചെയ്തു? പുരോഹിതനായ ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. 75 ആരാണ് പുരോഹിതനായ ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത്? ബാലനായ സാമുവൽ. 76 ബാലനായ സാമുവൽ പുരോഹിതനായ ഏലിയുടെ സാന്നിധ്യത്തിൽ എന്തു ചെയ്തു പോന്നു? കർത്താവിന് ശുശ്രൂഷ. 77 1 സാമുവൽ അധ്യായം 2 രണ്ടാമത്തെ തലക്കെട്ട് ഏലിയുടെ പുത്രന്മാർ. 12 മുതൽ 36 വരെ വാക്യങ്ങൾ. 78 1 സാമുവൽ 2:12 ഏലിയുടെ പുത്രന്മാർക്ക് നൽകുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരും.
79 ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരും ആയിരുന്നു എന്ന് പറയുന്നത് ആരെപ്പറ്റിയാണ്? ഏലിയുടെ പുത്രന്മാരെ പറ്റി. 80 പുരോഹിതന്മാർക്ക് വിഹിതം ലഭിക്കേണ്ടത് ആരിൽ നിന്നാണ്? ജനങ്ങളിൽ നിന്ന്. 81 ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം അവർ മാനിച്ചില്ല. ആര്? ഏലിയുടെ പുത്രന്മാർ. 82 ഏലിയുടെ പുത്രന്മാർ മാനിക്കാതിരുന്ന നിയമം എന്ത്? ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം. 83 ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പുരോഹിതന്റെ ഭൃത്യൻ പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ ആർക്കുവേണ്ടി എടുത്തിരുന്നു? പുരോഹിതനു വേണ്ടി. 84 ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ അതിൽ നിന്ന് പുരോഹിതനു വേണ്ടി എടുത്തിരുന്നത് ആര്? പുരോഹിതന്റെ ഭൃത്യൻ. 85 ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പുരോഹിതന്റെ ഭൃത്യൻ പാത്രത്തിൽ എന്തുകൊണ്ട് കുത്തിയാണ് അതിൽ കിട്ടുന്നത് മുഴുവൻ പുരോഹിതനു വേണ്ടി എടുത്തിരുന്നത്? മുപ്പല്ലി. 86 എവിടെ വന്നിരുന്ന ഇസ്രായേൽക്കാരോടാണ് പുരോഹിതന്റെ ഭൃത്യൻ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നത്? ഷീലോയിൽ. 87 മേധസ് ദഹിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ബലി അർപ്പിക്കുന്നവനോട് പുരോഹിതന്റെ ഭൃത്യൻ വന്ന് പറയുന്നത് എന്ത്? പുരോഹിതന് വേണ്ടി പാകം ചെയ്യാൻ കുറെ മാംസം തരിക, പച്ച മാംസമല്ലാതെ വേവിച്ചത് അദ്ദേഹം സ്വീകരിക്കുകയില്ല. 88 പുരോഹിതന് വേണ്ടി പാകം ചെയ്യാൻ കുറെ മാംസം തരിക എന്ന് പുരോഹിതന്റെ ഭൃത്യൻ വന്ന് പറയുന്നത് എപ്പോഴാണ്? മേധസ് ദഹിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ. 89 പുരോഹിതന് വേണ്ടി പാകം ചെയ്യാൻ കുറെ മാംസം തരിക എന്ന് മേധസ് ദഹിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പുരോഹിതന്റെ ഭൃത്യൻ വന്ന് പറയുന്നത് ആരോടാണ്? ബലിയർപ്പിക്കുന്നവനോട്. 90 പുരോഹിതൻ സ്വീകരിക്കാത്തത് എന്താണ്? പച്ചമാംസം അല്ലാതെ വേവിച്ചത്. അതായത് പുരോഹിതൻ സ്വീകരിക്കാത്തത് വേവിച്ച മാംസമാണ് സ്വീകരിക്കാത്തത്. പുരോഹിതൻ സ്വീകരിക്കുന്നത് പച്ചമാംസമാണ്. 91 പച്ചമാംസമല്ലാതെ വേവിച്ചത് ആര് സ്വീകരിക്കുകയില്ല? പുരോഹിതൻ. 92 ആദ്യം മേധസ് ദഹിപ്പിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം എന്ന് ബലിയർപ്പിക്കുന്നവൻ പറഞ്ഞാൽ ഭൃത്യൻ എന്തു പറയുമായിരുന്നു? പോരാ, ഇപ്പോൾ തന്നെ വേണം. 93 പോരാ, ഇപ്പോൾ തന്നെ വേണം എന്ന് പറയുന്നതിനെ തുടർന്ന് ഭൃത്യൻ എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ച് എടുക്കും. 94 പോരാ, ഇപ്പോൾ തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ച് എടുക്കും. ഇത് ആരോട് പറയുന്നതാണ്? ഭൃത്യൻ ബലിയർപ്പിക്കുന്നവനോട്. 95 ആരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു? ഏലിയുടെ പുത്രന്മാരുടെ. 96 എന്താണ് ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നത്? ഏലിയുടെ പുത്രന്മാരുടെ പാപം. 97 അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത്. ആര്? ഏലിയുടെ പുത്രന്മാർ. 98 ഏലിയുടെ പുത്രന്മാരുടെ പാപം എന്തായിരുന്നു? അശ്രദ്ധയോടെ അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചു. 99 ഏലിയുടെ പുത്രന്മാർ എന്താണ് അശ്രദ്ധയോടെ വീക്ഷിച്ചത്? കർത്താവിനുള്ള അർച്ചന. ഇങ്ങനെ 99 ചോദ്യങ്ങളാണ് 1 സാമുവൽ 2-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു ഭാഗം കൂടിയുണ്ട്, അതും നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 2026 ലോഗോസിന്റെ വളരെ തീവ്രമായ പഠനത്തിലായിരിക്കുകയാണ് നാം. പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ ലോഗോസ് ക്വിസ് പഠനം എന്നത് ബൈബിൾ പഠിക്കുന്നതിനുള്ള ഒരു മാർഗം മാത്രമാണ്. നമ്മുടെ പ്രധാന ലക്ഷ്യം വചനം പഠിക്കുക എന്നതാണ്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നതിനും കുറേ സമയം ബൈബിൾ ധ്യാനിക്കുന്നതിനും വചനം മനഃപ്പാഠമാക്കുന്നതിനുമൊക്കെ നമ്മെ സഹായിക്കുന്ന ഒരു മാർഗമാണ് ലോഗോസ് ക്വിസ് എന്നത്. നമ്മുടെ പ്രധാന ലക്ഷ്യമായ വചന പഠനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും നന്നായി പഠിക്കുക. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.